Good afternoon. Good afternoon, Miss. Ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Yeah, good afternoon. So, ഇന്നാരാ prayer ആരാ? prayer ചൊല്ലിക്കോളൂ. ആരില്ല? prayer ആരാ ചൊല്ലാം? There shall be showers of blessing. This is the promise of love. There shall be season refreshing, sent from the Savior above. Showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. Yeah. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് എല്ലാവരും നോക്കിയിരുന്നോ? Yes, ma'am. നോക്കി. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണ്? പറയൂ, റെസ്പോണ്ട് ചെയ്യൂ. എന്ത് പറ്റി എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. നമ്മൾ നൗൺ കഴിഞ്ഞു. പ്രോണൗൺ കംപ്ലീറ്റ് ആയോ? പേഴ്സണൽ പ്രോണൗൺ കഴിഞ്ഞു. എന്തോ? പേഴ്സണൽ പ്രോണൗൺ കഴിഞ്ഞു. നൗൺ എല്ലാം ക്ലിയർ അല്ലേ? വേറെ ഡൗട്ടോ കാര്യങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? Clear ആണ് മാം. അതില് ഒരു പിന്നെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്കി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോദിക്കാൻ പോവായിരുന്നു ഞാൻ. അതിലില്ലേ എന്താ ഒരു ഭാഗം നമ്മള് ഞങ്ങക്ക് PDF വല്ലാണ്ട് എടുത്തിട്ടില്ലല്ലോ, ഞങ്ങക്ക് തന്നത്തെ. അപ്പൊ ആ ഭാഗം ഒരു 5ാമത്തെ എക്സസൈസ് മനസ്സിലായിട്ടില്ല. എസ് ജെനിറ്റീവും ഓഫ് ജെനിറ്റീവും ഇല്ലേ, ആ ഭാഗം. ജനിറ്റീവ് എന്താ പറഞ്ഞ? ഞാൻ പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? അത് ആ ഭാഗം പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഒരു ഓർമ്മ. എനിക്ക് ആ ഭാഗം എടുത്തതായിട്ട് ഓർമ്മയില്ല. ജനിറ്റീവ് കഴിഞ്ഞ ക്ലാസ്സിൽ ആരോ ചോദിച്ചു ജനിറ്റീവ്, ഞാനപ്പോ പറഞ്ഞു കൊടുത്തിരുന്നു. ജനിറ്റീവ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മള് എന്താണ്, നമ്മളൊരു നൗൺ മെൻ എന്നൊക്കെ നൗൺ പറഞ്ഞപ്പോ ആരോ ചോദിച്ചു മെൻസ് പറയുന്നില്ലെന്ന് ചോദിച്ചു. മെൻ അപ്പോസ്ട്രോഫി എസ് അല്ലെ? മെൻ അപ്പോസ്ട്രോഫി എസ് വരുമ്പോ എന്താ വരാ? മീനിങ് എന്താ വരാ? പുരുഷന്മാരുടെ. മനസ്സിലായോ? അങ്ങനെ ഒരു മീനിങ് വരും. അപ്പോ ഇവിടെ എക്സസൈസ് നോക്കൂ. എക്സസൈസില് ഓക്കെ ഞാൻ പറയാം. ബാക്കി എക്സസൈസ് എല്ലാവരും ചെയ്തിരുന്നോ? ബാക്കി 4 എക്സസൈസ് ചെയ്തിരുന്നോ? ബാക്കി ഇത് എത്ര ക്ലിയർ ആണെന്ന് അറിയില്ല. നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാന്നല്ലേ പറഞ്ഞ. ഞാൻ ചെയ്തിട്ടുണ്ട്. വേറെ ആരെയൊക്കെ ചെയ്തിരുന്നോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കാൻ പറഞ്ഞിരുന്നു. എക്സസൈസ് നിങ്ങൾ നോക്കേണ്ടതാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നോക്കിയിട്ടുണ്ട് മാം. നോക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്താലോ ക്ലാസ്സിൽ? അപ്പോ ഓരോരുത്തർ പറയൂ എക്സസൈസ്. ഫസ്റ്റ് എക്സസൈസ് എല്ലാവരും പറയൂ, ഡിസ്കസ് ചെയ്യൂ നിങ്ങള്. അതില് ഫസ്റ്റത്തെ എന്താ ഏതൊക്കെ നൗൺസ് ആണെന്നുള്ളത് തിരിച്ചറിയാനുള്ളതാണ്. സോ വായിച്ചോളൂ, വായിച്ച ആൻസർ പറയൂ. കറക്റ്റ് ആണോ ഇല്ലയെന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്യും. ഞാൻ പറഞ്ഞുതരാറുണ്ട്. ഫസ്റ്റത്തെ പോലീസ് സ്കാറ്റർ ദ ക്രൗഡ്. അതില് ഏതൊക്കെ നൗണാ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദ പോലീസ് എന്ന് വരുമ്പോ പോലീസ് ഒരു കോമൺ നൗൺ അല്ലേ? കോമൺ കോമൺ നൗൺ പറയാം. ചിലപ്പോ കളക്റ്റീവ് നൗൺ പറയാം.
പോലീസ് കോമൺ നൗൺ, ക്രൗഡ് കളക്റ്റീവ് നൗൺ ആണ്. ജനക്കൂട്ടം. Yeah, common noun. What is common noun? Okay. അപ്പൊ വേറെ പോലീസ് നൗൺ അല്ലേ, കളക്റ്റീവ് ആണ് പോലീസ്. വേറെ ആരും ചെയ്തില്ലേ? ഒരാളെ മാത്രം പറയുന്നുള്ളൂ. മാം ഞാൻ കോമൺ നൗൺ എന്നാണ് എഴുതിയത്. കോമൺ നൗൺ പോലീസ് കോമൺ, മറ്റേത് പ്രോപ്പർ നൗൺ. മാം ഞാനും അതെ, പോലീസ് കോമണും ക്രൗഡ് കളക്റ്റീവും ആയിരുന്നു. മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ക്രൗഡ് പ്രോപ്പർ നൗൺ. നമുക്ക് കളക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റും, കാരണം ഒരു കൂട്ടം പോലീസിനെ നമ്മൾ പോലീസ് എന്ന് പറയാറ് അല്ലേ? മനസ്സിലായോ? കളക്റ്റീവ് ആണോ? ക്രൗഡും ക്രൗഡും കളക്റ്റീവ്. ക്രൗഡും കളക്റ്റീവ്. ഓക്കെ, കോമൺ ആണെന്ന് പറഞ്ഞാൽ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് പോലീസ് എന്നാണ് പറയാൻ പറയാം. മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ആണ്. പോലീസും പോലീസ് തന്നെയല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ കളക്റ്റീവ് ആക്കല്ലേ? കളക്റ്റീവ് കോമൺ ആക്കാം. പിന്നെ ക്വസ്റ്റ്യൻ വൈസ് ആൻസർ പറയൂ. വിസ്ഡം ഈസ് ബെറ്റർ ദാൻ സ്ട്രെങ്ത്. രണ്ടും അബ്സ്ട്രാക്ട് നൗൺ ആണ്, കാരണം ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ. സ്ട്രെങ്ത്തും വിസ്ഡമൊക്കെ ശരിയല്ലേ? കുറച്ചൊരു കോൺഫിഡന്റ് ആയിട്ടൊക്കെ പറയൂ. അതെ, ഞാനിപ്പോ പോലീസിന്റെ കോമൺ എന്നുള്ളത് കഴിഞ്ഞു പോയി. പക്ഷെ മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മിസ്റ്റേക്ക് അല്ലല്ലോ. അബ്സ്ട്രാക്ട് ആണ്, കാരണം രണ്ടും നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ. ക്ലിയർ അല്ല, സൗണ്ടേ ക്ലിയർ അല്ല. റേഞ്ച് ഇഷ്യൂ ഉണ്ടോ നോക്കിയേ. Wisdom is better than strength. Wisdom is better than strength. Okay. Wisdom, strength abstract ആണ്. Abstract noun ആണ് രണ്ട്. Wisdom, strength. Yeah. Clear. Next. The blue whale is the largest animal on earth. ബ്ലൂ വെയിൽ, എനിക്ക് ഡൗട്ട് ഉണ്ട് മാം. ബ്ലൂ വെയിൽ എന്ന് പറയുന്നത് കോമൺ ആണോ അതോ കോമൺ നൗൺ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം ബ്ലൂ വെയിൽ പറയുമ്പോൾ തിമിംഗലത്തിൽ തന്നെ വേറെ വിഭാഗങ്ങൾ ഉണ്ടെങ്കിലോ? ബ്ലൂ വെയിൽ പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ ആയിട്ട് എഴുതിയേക്കുന്നത്. പ്രോപ്പർ നൗൺ വരാം, കാരണം അതിന്റെ പേര് ബ്ലൂ വെയിൽ എന്നല്ലേ? അതെ. അപ്പൊ പ്രോപ്പർ നൗൺ അല്ലേ? ഓക്കെ. നെക്സ്റ്റ്. അനിമൽ കോമൺ, എർത്ത് പ്രോപ്പർ. എർത്ത് പ്രോപ്പർ ആണോ? എർത്ത് പ്രോപ്പറും പറയാം, കോമണും പറയാം. കാരണം ഇതില് ചിലത് നമുക്ക് കോമൺ ആണോ പ്രോപ്പർ ആണോ കിട്ടാൻ പറ്റൂല, അങ്ങനത്തെ. അതൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടാവും. എർത്ത് നമുക്ക് പ്രോപ്പറും പറയാം, കോമണും പറയാം. നിങ്ങൾ ഓപ്ഷനിൽ എന്താണോ ഉള്ളത് അത് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇപ്പോ കൺഫ്യൂഷൻ ആകും സംഭവം. അപ്പൊ ഓപ്ഷനിൽ അങ്ങനെ കൺഫ്യൂഷൻ വരില്ല. അങ്ങനത്തെ ഓപ്ഷൻ തരാം. പെന്നും ഇങ്കും കോമൺ ആണ്. പ്രോപ്പർ അല്ലേ വരുന്നത്? പെന്നും പ്രോപ്പർ നൗണിലാണ്. പെന്ന് പറയണത് പെന്ന് പല കമ്പനിയുടെ, പിന്നെ റെഡ് ഉണ്ട്, പിന്നെ ബ്ലൂ ഉണ്ട്, അങ്ങനെ അതെല്ലാം കൂടെ ചേർന്നിട്ട് പെണ്ണെന്നുള്ള ഇതിലല്ലേ വരുള്ളൂ. നമ്മളൊരു പെണ്ണെന്നല്ല വരുന്നത്, കമ്പനിയുടെ പെണ്ണ് തരുമെന്ന് ചോദിക്കില്ലല്ലോ. പെന്നും എനിക്കും പ്രോപ്പറാണ്. ഏതാ മിസ്സേ ശരി? പ്രോപ്പർ നൗണല്ലേ? ഇതിലൊന്നിൽ അത് ഞാൻ പറയട്ടെ. നോൺ റിയലിസ്റ്റിക് ആണോ? നിങ്ങൾ പറഞ്ഞു പ്രോപ്പർ ആണ്, കോമൺ ആണെന്ന് പറയാം. ഞാനും കൂടെ പറയാം, കൗണ്ടബിൾ ആണെന്ന് പറയാം.
കൗണ്ടബിൾ ആണ് എന്നുള്ളത് ഇതിനകത്തില്ലല്ലോ മിസ്. ഇതിനകത്ത് പോയിന്റ് ഔട്ട് ദ നൗൺസ് ഓഫ് ഫോളോയിങ് സെന്റൻസ് പ്രോപ്പർ കോമൺ നോൺ റിയലിസ്റ്റിക് എന്നല്ലേ. റിയലിസ്റ്റിക് ഓർ കളക്റ്റീവ് അല്ലേ പറഞ്ഞേക്കുന്നേ? അതിലേതെങ്കിലും അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. എന്തോ ഇങ്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള നൗൺസുകൾ പറഞ്ഞിട്ടില്ലേ, പ്രോപ്പർ കോമൺ നോൺ റിയലിസ്റ്റിക് കളക്റ്റീവ്. അതിലേതെങ്കിലും ഒരെണ്ണല്ലേ വരുള്ളൂ. കറക്റ്റ് ആണ്, അതിൽ ഒരെണ്ണം വരുള്ളൂ. ശരിയാ. അപ്പൊ പ്രോപ്പർലി പ്രോപ്പർ കോമൺ നോൺ റിയലിസ്റ്റിക് കളക്റ്റീവ്. അങ്ങനെ നോക്കി പറയൂ. അങ്ങനെയാകുമ്പം പ്രോപ്പർ നോൺ കളക്റ്റീവ്. പ്രോപ്പർ അല്ലേ മിസ് വരാ? പ്രോപ്പറും വരും. കളക്റ്റീവ് നോൺ വരുമോ? കളക്റ്റീവ് നോൺ വരില്ല, കോമൺ വരാൻ ചാൻസ് ഉണ്ട്. പെണ്ണിനെ നമ്മൾ കോമൺലി വിളിക്കുന്നത് പെണ്ണ് തന്നെയാ. പ്രോപ്പർ എന്ന് പറയാം, പെണ്ണിനൊരു പേരുണ്ട്, പെണ്ണാണെന്ന് പറയാം. ഓക്കെ. സം ഇങ്ക് എന്ന് പറയുമ്പോ ഡിറ്റർമൈനർ വരില്ലേ? ഇങ്ക് എന്താണ്? ഇങ്ക് എന്തായിരിക്കും? ഇങ്ക് എന്തോ ഇങ്ക് കോമൺ വരാൻ ചാൻസ് ഇല്ലേ? സം ഇങ്ക് എന്നല്ലേ പറഞ്ഞേ? അൺകൗണ്ടബിൾ അല്ലേ മാം? ഇപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ പ്രോപ്പർ കോമൺ അല്ലെങ്കിൽ നോൺ റിയലിസ്റ്റിക് അല്ലെങ്കിൽ കളക്റ്റീവ് ആണ്. എന്തായിരിക്കും അപ്പോ? നോൺ റിയലിസ്റ്റിക് എന്ത് കളറാന്ന് പറയണില്ലല്ലോ. പ്രോപ്പർ നോൺ കോമൺ നോൺ പറയില്ല, പ്രത്യേകിച്ച് പേരില്ല. കോമൺ ആയിട്ട് വേണമെങ്കിൽ പറയാം ഇങ്ക് അല്ലേ? ഞാൻ കോമൺ ആൻഡ് അൺകൗണ്ടബിൾ എഴുതിക്കുന്നത് കാരണം ഇങ്ക് അല്ലേ, കോമൺ ആവും. അതെല്ലാം നോൺ റിയലിസ്റ്റിക് ആണെന്നും പറയാൻ പറ്റും. ഓക്കെ. ഇത് ഫുള്ള് നിങ്ങൾക്ക് ഇതിപ്പോ എക്സസൈസ് കഴിയുമ്പോൾ കൺഫ്യൂഷൻ കൂടെ ഉള്ളൂ. അത് ശരി, അത് ചെയ്യാനേ പറ്റുന്നില്ല. കാരണം ഇത് എഴുതുമ്പോ തോന്നുന്നു ഇത് പ്രോപ്പർ എങ്ങാനും ആവുമെന്ന്. നൗണും പ്രോണൗണും പറയുമ്പോ ആ സെന്റൻസില് ഇപ്പൊ എ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പേനാന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പൊ അത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന രീതിയിൽ അപ്പൊ സെന്റൻസ് കൂടി നോക്കിയിട്ടല്ലേ നമ്മൾ പ്രോപ്പർ നൗൺസ് പറയുള്ളൂ. എന്ന് പറയുമ്പോ എ പെൻ, ഒരു പേന എന്നാ പറയുന്നേ. അപ്പൊ അത് ഒരിക്കലും കളക്റ്റീവ് ആയിട്ട് വരില്ല, നോൺ റിയലിസ്റ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? പക്ഷെ എന്നാലും ഒരു പേന എന്ന് പറയുമ്പോ പേന പ്രോപ്പർ ആവാം, കോമൺ ആവാം, അല്ലേ? അതെ. വെറുതെ കൺഫ്യൂഷൻ അടിക്കണ്ട. വലിയ എക്സാമിന് വരുമ്പോ ഇതുപോലെ 4 ഓപ്ഷൻ വരും, കറക്റ്റ് ആയിട്ടേ ചോദിക്കുള്ളൂ. ഓക്കെ. സോ ഓപ്ഷൻ ബേസ് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ ചെയ്താൽ മാത്രം മതി. ഇത്രയും കൺഫ്യൂഷൻ വരില്ല എക്സാമിന്. ഓക്കെ. ടെൻഷൻ അടിക്കണ്ട, നമുക്ക് വെറുതെ ഇപ്പൊ തൽക്കാലം എക്സസൈസ് ചെയ്ത് പോവാം. ഓക്കെ. മിസ് ഇതിന്റെ ആൻസർ കീ ഒന്ന് അയച്ചിടോ എപ്പോഴെങ്കിലും? ആൻസർ കീയോ? ആൻസർ കീ ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് എന്നാലും നമുക്ക് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ, അതിനു വേണ്ടിയാ. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ ഇത് ആൻസർ എന്ന് പറയുമ്പോ ഇപ്പോ ഇതിൽ പറഞ്ഞ പോലെ ദേ ആർ പ്രോപ്പർ അല്ലെങ്കിൽ കോമൺ നോൺ റിയലിസ്റ്റിക് അല്ലെങ്കിൽ കളക്റ്റീവ് എന്ന് പറയുമ്പോൾ അത്രയും 4 സെലക്ട് ചെയ്താൽ മതി. ഏതിലൊന്നായിരിക്കും. അല്ലാതെ നോക്കിയാണെങ്കിൽ ഇതിൽ ഒരുപാട് ഇപ്പോ പോലീസ് ആണെങ്കിലും കോമൺ ആയിട്ടും വരും, കളക്റ്റീവ് ആയിട്ടും വരും. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് നൗൺസ് ഒരെണ്ണത്തിൽ തന്നെ വരും. ഇതിന്റെ കൺഫ്യൂഷൻ കൂടും. നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കിയേ, കൺഫ്യൂഷൻ ഞാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞേ. സിമ്പിൾ ആണോ? യെസ് മാം. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്താ. നെക്സ്റ്റ് പറയൂ. പറയൂ. തേർഡ് വൺ കോമൺ മൂന്നാമത്തെ കോമൺ. കോമൺ നൗൺ.
കോമൺ നോൺ ആണ്. നെക്സ്റ്റ് പ്രോപ്പർ നോൺ. 4 പ്രോപ്പർ നൗൺ. പ്രോപ്പർ നോൺ ആണ്. കറക്റ്റ് ആണ്, പ്രോപ്പർ നോൺ ആണ്. ഓക്കെ. നെക്സ്റ്റ് യു ഹാവ് വാഷിംഗ് മെഷീൻ ആറ്റ് ഹോം. അല്ല പ്രോപ്പർ കോമൺ നൗൺ. കോമൺ അബ്സ്ട്രാക്ട് നോൺ. നൗൺ ആണോ? അല്ല കോമൺ നോൺ. വാഷിംഗ് മെഷീൻ അല്ലേ? അല്ലേ പറഞ്ഞേക്കുന്നേ? കോമൺ അല്ലേ മിസ്? ഓപ്ഷൻ നോക്കൂ, ഓപ്ഷനിൽ പ്രോപ്പർ ഉണ്ടോ? ഇല്ല. കോമൺ ഉണ്ട്. കോമൺ നോൺ. കോമൺ നോൺ. അതായത് അബ്സ്ട്രാക്ട് ആണല്ല, കണക്റ്റീവ് ആണല്ല. കോമൺ അല്ലേ വരുന്നത്? വാഷിംഗ് മെഷീൻ കൊറേ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലേ, കൊറേ ടൈപ്പ് ഉണ്ടല്ലോ വാഷിംഗ് മെഷീൻ. ഇതില് ഞാൻ നൗണിന്റെ നോട്ടിനകത്ത് തന്നിരുന്നോ? ഞാൻ നോട്ട് തന്നിരുന്നോ? നൗണിന്റെ നോട്ട് തന്നിരുന്നോ? തന്നിരുന്നു മാം. അതില് കോമ്പൗണ്ട് നൗൺ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടില്ല മിസ്. പറഞ്ഞിട്ടില്ല. നോട്ടിലില്ലായിരുന്നു മാം. നോട്ടിലില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ വിട്ടേക്കും. നമ്മുടെ നോട്ടിലില്ലാത്ത ക്വസ്റ്റ്യൻ ആണത് അല്ലെ? അപ്പൊ വാഷിംഗ് മെഷീൻ കോമ്പൗണ്ട് നൗൺ ആണോ വരിക? കോമ്പൗണ്ട് ആണ്. വാഷിംഗ് പ്ലസ് മെഷീൻ. ഓക്കെ. നമ്മുടെ നോട്ടിൽ ഇല്ല അത്. കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞ നൗൺ ഇല്ല. സോ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല നമ്മളോട്. ഓക്കെ. കോമ്പൗണ്ട് നൗൺ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ പറഞ്ഞുതരാം. 2 വാക്കുകൾ കൂടിച്ചേരുന്നതാണ് കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത്. 2 വാക്കുകൾ. വാഷിംഗ് ഒരു വാക്കാണ്, മെഷീൻ ഒരു വാക്കാണ്. സോ 2 വാക്കുകൾ കൂടിച്ചേരുമ്പോൾ ഒരു വേർഡ് കിട്ടുന്നു, വാഷിംഗ് മെഷീൻ. അപ്പൊ കോമ്പൗണ്ട് നൗൺ ആണെന്ന് പറയാം. പഠിക്കാൻ നിങ്ങളുടെ നോട്ടിലില്ല, സോ നിങ്ങൾ പഠിക്കണ്ട. ഓക്കെ. നെക്സ്റ്റ് പറഞ്ഞോക്കേ. നെക്സ്റ്റ് നിങ്ങൾ പറയണ്ട. വേണ്ട വേണ്ട. ഞാൻ പഠിപ്പിച്ചിരുന്നോ? എടുത്തിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ. നെക്സ്റ്റ് 7th ഓപ്ഷൻ സി. വിമൻ. സി. വിമൻ ആണ് വരുന്നത്. സി. ഇ എൻ. സി. WOMEN. വുമൻ. സി. വിമൻ. ഓപ്ഷൻ സി ആണ്. വുമൻസ് വലിയ. വുമൻ. വിമൻ. 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 ഓപ്ഷൻ ബി എന്ന് പറയുന്ന വാക്കില്ല, തെറ്റാണത്. ഓക്കെ. ഓപ്ഷൻ ഡിയും മിസ്റ്റേക്ക് ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. വിമൻ പ്ലൂറൽ ആണ്. ഓക്കെ. 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 ഓപ്ഷൻ ബി ആണ്. ഓക്സൺ. ഓക്സൺ. നെക്സ്റ്റ്. ഹീറോസ്. ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി അല്ലേ? പി. ബിയും ഡിയും ഒരേ അതല്ലേ വരുന്നത്? ആൻസർ എന്തായിരിക്കും? ഹീറോസ്. ബിയും ഡിയും സെയിം. ബിയും ഡിയും സെയിം ആണ്. സോ ബി പറയാം. ബി. നെക്സ്റ്റ്. Let me give some advice. Abstract noun. Abstract ആണ്. Abstract noun. Yes. So noun കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നിങ്ങളുടെ എക്സസൈസ് നോക്കാം നമുക്ക്. എക്സസൈസ് 1 ചെയ്യണ്ടല്ലോ. ചെയ്യണോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുവോ ഓരോന്നും എന്താണെന്ന്? ഞാൻ ഓരോരുത്തരോട് പറയൂ. ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞോളൂ.
പറയണം മിസ്സേ, പറയണം, എന്നാലേ മനസ്സിലാവുള്ളൂ. പറയൂ, നിങ്ങൾ എന്നെ വായിച്ചിട്ട് പറയൂ. A bacteria is responsible for this disease. ബാക്ടീരിയ കോമൺ ആണ്. കോമൺ ആണ്. കോമൺ ആണ്. ബാക്ടീരിയ ഡിസീസും കോമൺ ആണ്. ഡിസീസ് കോമൺ. പറഞ്ഞ രണ്ടും പോലെ common. ബാക്ടീരിയ എന്ന് പറയുമ്പോ അവിടെ പ്രോപ്പർ ആകും, അങ്ങനെ ഉണ്ടോ? എന്തോ ബാക്ടീരിയ പ്രോപ്പർ അല്ല, പ്രത്യേകിച്ച് ഒരു പേരും കൊടുത്തിട്ടില്ല. കോമൺ നൗൺ അല്ലേ? അതല്ലേ, ഫ്രണ്ടിൽ എ എന്ന് വരുമ്പോ ഒരു ബാക്ടീരിയ എന്ന് പറയുമ്പോ അത് പ്രോപ്പർ ആകും, അങ്ങനെയല്ലല്ലോ. ബാക്ടീരിയ എന്ന് പറഞ്ഞത് കോമൺ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് Solomon was famous for his wisdom. പ്രോപ്പർ ആണ്. സോളമൻ പ്രോപ്പർ ആണ്. സോളമൻ Common പ്രോപ്പർ. noun ആണ്. വിസ്ഡം അബ്സ്ട്രാക്ട് Wisdom നൗൺ. common noun. Abstract noun. വിസ്ഡം Abstract ആണ്. അബ്സ്ട്രാക്ട് ആണ്. ഇതില് വരും. അടുത്തതിലൊരു ഡൗട്ട് ഉണ്ട്. Our class consists of 20 girls and 15 boys. 20 girls ഒക്കെയാ? കളക്റ്റീവ് നൗൺ ആണോ? കളക്റ്റീവ് നൗൺ വരുന്നത്. 20 ഗേൾസ്. ക്ലാസ് കളക്റ്റീവിനാണ്. ഗേളും ബോയും എന്താണ്? ഗേൾസ് കോമൺ ബോയ്സ്, നൗൺ. ഗേളും ബോയും നോക്കിയാൽ മതി. കോമൺ നൗൺ. ഗേളും ബോയും കോമൺ ആണ്. അവിടെ ആഡ് എന്ന് പറഞ്ഞ ആൻഡ് ആണേ. ബോയ്സ് ആൻഡ് 15 ഓക്കെ 20 ഗേൾസ് ആൻഡ് 15 ബോയ്സ് എന്നാണ്. ആൻഡ് ആണ്. ആൻഡ് അവിടെ തെറ്റി കൊടുത്തു. മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. നെക്സ്റ്റ്. Prophet Muhammad is famous for honesty. മുഹമ്മദ് പ്രോപ്പർ. മുഹമ്മദ് പ്രോപ്പർ ആണ്. ഹോണസ്റ്റി അബ്സ്ട്രാക്ട്. അബ്സ്ട്രാക്ട്. നെക്സ്റ്റ് വായിക്കും. Cleanliness is next to goodliness. രണ്ടും അബ്സ്ട്രാക്ട് അല്ല മിസ് വരാ. ക്ലീൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്. അബ്സ്ട്രാക്ട് നൗൺ. അബ്സ്ട്രാക്ട്. അല്ല, ഈ ഹോണസ്റ്റ് അബ്സ്ട്രാക്ട് നൗൺ നമ്മളിനകത്ത് പറഞ്ഞിട്ടില്ലല്ലോ. നോൺ റിയലിസ്റ്റിക് എന്ന് ഇതിനകത്ത് പറയുമ്പോൾ ഉള്ളതിൽ വെച്ചിട്ടല്ലേ എഴുതണ്ടേ? എന്തോ ഇതില് അബ്സ്ട്രാക്ട് നൗൺ നമ്മളോട് ചോദിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇതിലുള്ളത് വെച്ചിട്ടല്ലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പം വിസ്ഡം നമ്മൾ എടുത്തില്ല, ഹോണസ്റ്റി നമ്മൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് വെച്ചിട്ടുള്ളത് എടുത്ത് എഴുതിയാ പോരെ? പക്ഷെ അങ്ങനെ അവിടെ നോൺ റിയലിസ്റ്റിക് വരില്ലേ? നോൺ റിയലിസ്റ്റിക്. നോൺ റിയലിസ്റ്റിക് ആണോ ഇതാ? നോൺ റിയലിസ്റ്റിക് എന്താ? അത് അബ്സ്ട്രാക്ട് നൗണിന് പകരം അവിടെ ആ വേർഡ് നോൺ റിയലിസ്റ്റിക് എന്ന് കൊടുത്തേക്കണം. നോൺ റിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ ആബ്സ്ട്രാക്ട് ആണ് അല്ലേ? അല്ലെങ്കിൽ അവിടെ വിസ്റ്റവും ഡിസീസും ഒക്കെ വരേണ്ട ആവശ്യമില്ലല്ലോ. വിസ്റ്റവും ഹോണസ്റ്റി ഒന്നും വരേണ്ട ആവശ്യമില്ലല്ലോ. ഹോണസ്റ്റിയും വിസ്റ്റവും എല്ലാം ആബ്സ്ട്രാക്ട് അല്ലേ? അതെ. അപ്പൊ നോൺ റിയലിസ്റ്റിക് എന്നാണ് പറഞ്ഞത്, ആബ്സ്ട്രാക്ട് ആണ്. ഓക്കെ. നെക്സ്റ്റ്. The committee has decided to appoint him as clerk. കമ്മിറ്റി കളക്റ്റീവ് നോൺ. ക്ലർക്ക് ക്ലർക്ക് പ്രോപ്പർ ആണോ? ക്ലർക്ക് കോമൺ അല്ലേ? ക്ലർക്ക് കോമൺ ആണ് ഞാൻ എഴുതിക്കണം. കാരണം ക്ലർക്ക് ഒരുപാട് ക്ലർക്ക് ഇല്ലേ? നെക്സ്റ്റ്. അടുത്തൊരു എക്സസൈസ് നോക്കൂ. ഏതാവട്ടെ Write the following sentences. അതാണ് സിംഗുലറിനെ പ്ലൂറലൈസ് ചെയ്യാനുള്ളതാണ്. His brother-in-law is very poor. അത് his brothers-in-law is ഉള്ളിടത്ത് ആറാകും. His brothers-in-law are very poor. അങ്ങനെയാണോ അവിടെ അങ്ങനെ സിംഗുലറിനെ പ്ലൂറലൈസ് ചെയ്യേണ്ടത്? ആറ് ചേർത്തിട്ടല്ലേ? ഈസിനെ ആറ് ചേർത്ത അവിടെ
പറയൂ, ഞാനൊന്നും പറയാത്തേ. അങ്ങനെയല്ലേ? ശരിയാണോ അത് പറ. ആർ വെരി പുവർ. ബ്രദറിലോട് പ്ലൂറൽ എന്താണ്? ബ്രദേഴ്സ് ഇൻ ലോ. ബ്രദേഴ്സ് ഇൻ ലോ. ഓക്കെ, ഈ അങ്ങനെ തന്നെയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഏസ് മാറ്റി ആറാക്കണ്ട മിസ്. സെന്റൻസ് ആയിട്ട് എഴുതുമ്പോ ആ സെന്റൻസിൽ നോക്കുമ്പോ ഈസ് മാറ്റി ആറാകാം. ഓക്കെ, അവിടെ പറയുന്നത് സെന്റൻസ് പ്ലൂറലൈസിങ് ചെയ്യാം, സിംഗുലറിനെ പ്ലൂറലൈസിങ് ചെയ്യാനാ പറയാം. സോ ഹിസ് ബ്രദേഴ്സ് ഇൻ ലോ ആർ വെരി പുവർ. ഇസ് യുവർ മെൻ സെർവന്റ് എ ബിലീവബിൾ ഫെല്ലോ എന്നാ കൊടുത്തിരിക്കുന്നത്. അത് പ്ലൂറലൈസ് ചെയ്യുമ്പോ ഇസ് യുവർ മാൻ മെൻ ആവും, സെർവന്റ് സെർവൻസ് ആവും, ബിലീവബിൾ ഫെല്ലോ ഫെല്ലോസ് ആവോ? അവിടെ മെൻ സെർവന്റ് മാത്രം മാറ്റിയാൽ മതി. അത് മാത്രം മാറ്റിയാ മതിയോ? അല്ല ഫുള്ളായിപ്പോ അവിടെ നമുക്ക് സിംഗുലർ സെന്റൻസ് വരില്ലല്ലോ, സെന്റൻസ് ആയിട്ട് വരില്ലല്ലോ എക്സാമിന്. എന്തോ സെന്റൻസ് ആയിട്ട് എഴുതാൻ വരില്ലല്ലോ പ്ലൂറല് മാറ്റാൻ എക്സാമിന്. ഇല്ല, നിങ്ങൾക്ക് ഓപ്ഷൻ ബേസ് അല്ലേ എക്സാമിന്. ഓക്കെ, ടെൻഷൻ ഫ്രീ ആയല്ലേ. ഇവിടെ ആ ടീച്ചർ മെൻ സെർവന്റ് വരുമ്പം ആർന്ന് വെക്കണ്ടേ തുടക്കം? എന്തോ ആർ യുവർ മെൻ സെർവന്റ് ബിലീവബിൾ ഫെല്ലോ. ആർ ചോദിക്കാം. ആർ യുവറിന്റെ ആവശ്യമില്ല. ഈസ് യുവർ ആണ്. യു ആർ മെൻ സെർവൻസ്. സിംഗുലർ ആവത്തില്ലേ? പ്ലൂറൽ വരുമ്പോ ആറ് വെക്കണ്ടേ? ആറ് യുവർ വെക്കണ്ടേ? അപ്പൊ അവിടെ യുവർ വേണ്ട. അപ്പൊ മനസ്സിലായോ? ആർ യു മതി. ആർ യു വരും, യുവർ വരില്ല. മനസ്സിലായോ? ഇതില് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് സെന്റൻസ് അടക്കം മാറ്റാനല്ല ശരിക്കും പറയുന്നത്. നിങ്ങൾക്ക് ആ നൗൺ ഏതൊക്കെയാണോ ഈ സെന്റൻസില് നൗൺ ഏതൊക്കെയാണോ ആ നൗണിനെ സിംഗുലർ നൗണിനെ പ്ലൂറലൈസ് ചെയ്യാനാ പറയുന്നത്. ഓക്കെ, ഇപ്പോ സെന്റൻസിൽ മാറ്റം വരില്ലേ? അപ്പൊ അർത്ഥം മാറി പോകൂലേ? ഇതാണ് നിങ്ങള് ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വരുന്നുണ്ടെങ്കിൽ സപ്പോസ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കുക. ഓപ്ഷൻ ഉണ്ടാവും അവിടെ, ബ്രദേഴ്സ് ഇൻ ലോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻ നിങ്ങൾ എഴുതാം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണോ സി ആണോ എന്ന് വെച്ചിട്ട് ഓപ്ഷൻ അത് മാത്രം എഴുതുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ അത് ക്വസ്റ്റ്യൻ ആവുമല്ലോ. അങ്ങനെ സെന്റൻസ് ആണെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വൺ വേർഡ് ഉണ്ടാകുള്ളൂ. എക്സാമിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മളിത് പഠിക്കുമ്പോ മുഴുവനായിട്ട് പഠിക്കേണ്ട വെച്ചിട്ടാ ഞാൻ അങ്ങനെ ചേർത്തത്. പക്ഷെ അത് ഭയങ്കര കൺഫ്യൂഷൻ വരും ലാസ്റ്റ് എല്ലാവർക്കും. സെന്റൻസ് മേക്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പോകെ വരും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലൂറലൈസ് ചെയ്യും എല്ലാവരും. Okay. Do you think that woman is a very good housewife? അവിടെ വുമൺ ആണ്, വുമൻ ആവും. വിമൺ ആവും. പ്രൊനൗൺസിയേഷൻ വിമൻ. ഹൗസ് വൈഫ് മാറ്റണോ മിസ്സേ? ഹൗസ് വൈഫ് വിമൺ ആർന്ന് ചെയ്യണ്ട. വിമൺ ആർന്ന് വരില്ലേ? എന്താണല്ലേ പറഞ്ഞത്? അതിപ്പോ തൽക്കാലം നോക്കണ്ട, എന്തായാലും 6 വരും. ഓക്കെ, നമ്മള് മാത്രം. കാരണം എന്താണെന്നറിയോ, നമ്മളിപ്പോ എക്സസൈസ് ചെയ്ത് തന്നെ നമ്മുടെ 1 hour ഇപ്പൊ കഴിയും. എനിക്ക് എന്തോരം പോർഷൻസ് ഉണ്ടെന്ന് അറിയോ? ഇതെല്ലാം ഞാൻ ആ രീതിയിൽ മനസ്സിലാക്കി വരുമ്പോഴേക്കും നമ്മുടെ ടൈം ഒരുപാട് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. വേസ്റ്റ് അല്ല, ഒരുപാട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ പോയാ മതി. അപ്പൊ എന്തോ നമ്മൾ എന്താ എഴുതിയെന്ന് വെച്ചാൽ അത് ശരി എന്നുള്ള ലെവലിലേക്ക് അങ്ങനെ പോയാൽ മതി വെച്ചേക്കാം. പക്ഷെ ഇതില് ഡൗട്ട് വരുന്നതേ ആ മൂന്നാമത്തെ ഒന്ന് പറഞ്ഞിരുന്നത് നല്ല ഡൗട്ടാണ്. മൂന്നാമത്തെ പറയുന്നത് എക്സസൈസ് 3 ആണോ? എക്സസൈസ് 3 എന്താന്ന് മനസ്സിലായിട്ടില്ല സംഭവം. നോട്ട് ഫുള്ളായിട്ട് PDF ആക്കി എടുത്ത് വെക്കണം. അതിന്റെ ചെറിയ നോട്ട് തരും ടീച്ചർ. ഏതിന്റെയാണ്? ഇതിന്റെ ഒക്കെ ഒരു ചെറുത് കുറെ എടുത്ത് വെക്കാന്. എക്സസൈസ് ആയാലും കുറെ ഉണ്ടാവില്ലേ?
എക്സസൈസിന്റെ ആൻസർ വേണമെന്നാണ് പറയുന്നത്. പക്ഷെ ഇതെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാനാണ് പറയുന്നത്. കാരണം നിങ്ങള് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടീച്ചറായിട്ടല്ല. ചെറുതാക്കി തരാൻ പറ്റുമോ? മാം പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു നോട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോട്ടൊക്കെ അങ്ങനെയല്ല, PDF PDF ആണ് ഇട്ടത്. വെച്ചിട്ടില്ലേ? അതിന്റെ ചെറുതായിട്ടുണ്ടെങ്കിൽ എടുത്താൽ മതിയല്ലോ വെച്ചിട്ട്. എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലായി. മാമിന്റെ ക്ലാസിന്റെ കൂടെ ഉണ്ടടാ അത്. കഴിഞ്ഞ വർഷത്തെ ക്ലാസിന്റെ കൂടെ ഉണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന എന്റെ നോട്ടുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഈ മൂന്നാമത്തെ മാം അതൊന്ന് ജസ്റ്റ് പറഞ്ഞെന്ന് പോയാൽ മതി ഈ ഭാഗം. നമുക്ക് അടുത്ത പ്രൊനൗൺസ് തന്നെ പോകാം. നിങ്ങൾക്ക് ഗ്രൂപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? വാട്സപ്പ് ഗ്രൂപ്പോ ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ എക്സസൈസ് പരസ്പരം ഒന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കൂ. ക്ലിയർ ആവുന്നുണ്ടോ? കാരണം നിങ്ങൾ ചെയ്യണം. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വേണമെങ്കിൽ നിങ്ങൾ തന്നെ ഇത് കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ആവാം. ചെയ്താലും നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുമ്പോ എന്താ ചെയ്യല്? കൺഫ്യൂഷൻ ഉള്ളത് മാത്രം ചോദിക്കും. ഓക്കെ, അതുകൊണ്ട് എക്സസൈസ് ഇപ്പോ നിങ്ങൾ ക്ലാരിഫൈ ചെയ്താണെങ്കിൽ ക്ലാസ്സിൽ വേഗം നമുക്ക് സ്പീഡിൽ എക്സസൈസ് ഒക്കെ വേഗം ചെയ്തു പോവാം. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ഉള്ളത് മാത്രം ചോദിച്ചാൽ നമുക്ക് അധികം സമയം പോകില്ല. ഇപ്പൊ നോക്കി ഹാഫ് ആൻ അവർ കഴിഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞ എക്സസൈസ് എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് വരണമെന്ന് പറഞ്ഞതാ ഞാൻ. ഓക്കെ, ഇത് പറയൂ, എക്സസൈസ് 3 ഡൗട്ട് ആണോ? എന്താന്ന് മനസ്സിലായിട്ടില്ല. ഫസ്റ്റത്തെ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നത് ഈ എക്സസൈസ് ഒക്കെ എല്ലാവരും നോക്കിയോ? നിങ്ങള് ഡൗട്ട് ഉള്ളത് എന്നോട് പറയും. ഞാൻ ഇപ്പൊ അടുത്ത ക്ലാസ്സിൽ നിന്ന് പറയാം. അപ്പൊ ഈ ക്ലാസ് മുന്നോട്ട് പോവാം. ഓക്കെ, ഏതാണ് എക്സസൈസ് 3? ഓക്കെ, പറയാം. ദെൻ ആ 3 ഒന്ന് പറഞ്ഞു തന്നാ മതി. 3 മാത്രം മതി. ബാക്കി എല്ലാം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്താം. ഓക്കെ, എക്സസൈസ് 3 വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം മിസ്സേ. ബാക്കിയുള്ളതിന്റെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ടൈം ഇപ്പൊ പോയത് കണ്ടില്ലേ, ഒരുപാട് ഇത് വേറെ ആരെങ്കിലും ഇവിടെ ചെയ്തിക്കണെങ്കിൽ ഞാൻ അങ്ങനെ പേഴ്സണലായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തോണ്ട്. അല്ല ആരും ഈ മൂന്നാമത്തെ എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് മിസ് ഒന്ന് പറഞ്ഞു തന്നാൽ തിരക്കില്ല. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവരേക്ക് ചെയ്തിട്ടുണ്ടോ ചോദിക്കട്ടെ. ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ചെയ്തിട്ടുണ്ടോ? ഓൾ ദ ഫർണിച്ചർ ഇവിടെ കണ്ടുപിടിക്കാനാ പറയുന്നത്. റെക്ടിഫൈ ചെയ്യും. ഇൻകറക്റ്റ് യൂസ് ഓഫ് നൗൺസ്. തെറ്റായി യൂസ് ചെയ്തിരിക്കുന്ന നൗണിനെ റെക്ടിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്. ഫർണിച്ചറിന് വേണ്ട ഫർണിച്ചറിനല്ല വേണ്ടു. യെസ് വേണ്ട, അല്ല യെസ് വേണ്ട. അതുപോലെ അഡ്വൈസ് വേണ്ട, അഡ്വൈസ് മതി. അഡ്വൈസ് പറയുന്നല്ല, ഇവിടെ സം മോർ അഡ്വൈസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സം അഡ്വൈസ് എന്ന് പറയാം. മനസ്സിലായോ? സം അഡ്വൈസസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്സേ വരുള്ളൂ. അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായോ? സിമ്പിൾ ആണ് അതെല്ലാം. ഇനിയിപ്പോ എക്സസൈസ് 4 ഏതാണ്? സിംഗുലർ. അതും സിംഗുലറൈസ് ചെയ്യാൻ. ആ പ്ലൂറൽ നൗൺസിനെ സിംഗുലറൈസ് ചെയ്യാനാണ്. എലിഫന്റ്സ് എന്ന് പറയുമ്പോൾ എലിഫന്റ് അല്ലെ? അനിമൽസ് അനിമൽ. അത്രയേ ഉള്ളൂ. പിന്നെ പറയുന്നത് എക്സസൈസ് 5. കുഴപ്പമില്ല. എക്സസൈസ് 5 മനസ്സിലായല്ലോ. രാമൂസ്. രാമൂസ് എന്ന് പറയുമ്പോൾ അപ്പോസ്ട്രോഫി എസ്. അതായത് രാമുവിന്റെ അങ്ങനെ ഒരു മീനിങ് വരും. രാമുവിന്റെ കൊട എന്ന് പറയുമ്പോ രാമു അംബ്രല്ല നമ്മൾ പറയും അല്ലേ? മനസ്സിലാക്കുന്നത്. അതുപോലെ അപ്പോസ്ട്രോഫി എസ് വരും. സോ അതും കൂടെ നിങ്ങൾ നോക്കാം. എന്താണ് നമുക്ക് ഗൂഗിളിന്റെ എല്ലാം ഉണ്ട്. എന്താണെന്ന് നോക്കിയിട്ട് എക്സസൈസ് ചെയ്യാം. ഓക്കെ മാം, എക്സസൈസ് 5ന്റെ എഫ് ഒന്ന് പറയാമോ? എഫ് ഇന്ത്യ ഓഫ് ദ നെയ്ബേഴ്സ് എന്നാണോ?
ഇന്ത്യാസ് ഇപ്പോ ഇന്ത്യയുടെ എന്ന് പറയുന്നത് എന്താ പറയാ? India's India's neighbors. India's എങ്ങനെയാ India. ഇന്ത്യാസ് വരുമോ? വ്യത്യാസം വരില്ലല്ലോ. India of the Neighbors of India. Neighbors of India. Neighbors of India. Neighbors of India ആണോ? ഇവിടെ നമുക്ക് എസും ആഡ് ചെയ്യാം, ഓഫും ആഡ് ചെയ്യാം. നൈബേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, മിസ്റ്റേക്ക് ഒന്നുമില്ല, കറക്റ്റ് ആണ് അല്ലേ? ഇവിടെ കറക്റ്റ് ആ രീതിയിൽ ഫസ്റ്റ് ഇന്ത്യ തന്നെ വരണമെന്ന് നിർബന്ധമാണെങ്കിൽ ഇന്ത്യാസ് നൈബേഴ്സ് എന്ന് പറയാം അല്ലെ? ഇന്ത്യയുടെ അയൽക്കാർ എന്ന് പറയാം. അപ്പൊ രണ്ടും കറക്റ്റ് ആണ് മിസ്സേ? രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, മനസ്സിലായി. മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എനിക്ക്. അതെന്താ സംഭവം? അതുകൊണ്ട് എനിക്ക് ഡൗട്ട് വന്നത്. കാരണം ഞാൻ പിന്നെ നോക്കിയില്ല. എനിക്ക് ആ ജെനിറ്റീവ് ആ ഭാഗം ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ടൊക്കെ മനസ്സിലാവുന്ന. അപ്പൊ മനസ്സിലായി. മനസ്സിലായില്ലേ? നമുക്ക് ഇന്ത്യയുടെ അയൽക്കാരെന്ന് പറയാം. എന്താണ് ഇന്ത്യയുടെ അയൽക്കാര്, നൈബേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതും ഇന്ത്യയുടെ അയൽക്കാർ തന്നെയാണ്. ഇന്ത്യാസ് നൈബേഴ്സ് എന്ന് പറഞ്ഞാലും എന്താണ് ഇന്ത്യയുടെ തന്നെയാണ് മീനിങ് അല്ലേ? സോ എക്സസൈസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഒന്ന് ഡൗട്ട് ചോദിച്ചാൽ നിങ്ങൾ അടുത്ത ക്ലാസ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, അറിയാലോ? സം ഓർ എനി വെച്ചിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാം. സോ അത് ക്ലിയർ ആയി. ഇനിയിപ്പോ പ്രോണൗണില് നമ്മൾ പേഴ്സണൽ പ്രോണൗൺ വരെ എത്തി അല്ലേ? പേഴ്സണൽ പ്രോണൗൺ എന്താണ്? നൗണിന്റെ സ്ഥാനത്ത് യൂസ് ചെയ്യണം. പേഴ്സണൽ പ്രോണൗൺ എന്താണ്? പ്രൗഡൗണിന് 9 ഉണ്ടായിരുന്നു. 9 അല്ലേ? അതിൽ ഫസ്റ്റത്തെ പേഴ്സണൽ പ്രോണൗൺ. പേഴ്സണൽ നമ്മൾ പറയുന്ന എല്ലാരും ഐ, യു, വി, ദേ ഇതെല്ലാം പേഴ്സണൽ പ്രോണൗൺ ആണ്. ഓക്കെ, ഞാൻ, നീ, അവൻ, അവൾ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ പേഴ്സണൽ പ്രോണൗൺ ആണ്. ഓക്കെ, അങ്ങനെ ചിന്തിക്കൂ. അതിൽ സബ്ജക്റ്റീവ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞതല്ലേ കഴിഞ്ഞ ക്ലാസ്സില്? മനസ്സിലായോ ഇതൊക്കെ? മനസ്സിലായല്ലോ? അടുത്തേക്ക് പോകാലോ. അപ്പോ സ്പീഡ് കൂടുതലാണെന്ന് പറയരുത്. പേഴ്സണൽ പ്രോണൗൺ നമ്മൾ കഴിഞ്ഞു. യു ഇവിടെ എക്സാമ്പിൾ അതൊക്കെയാണ്. സബ്ജക്റ്റീവ് ഉണ്ട്, സെക്കൻഡ് പേഴ്സൺ എല്ലാം നമ്മൾ പറഞ്ഞു, തേർഡ് പേഴ്സൺ പറഞ്ഞു, ഒരാൾ മൂന്നാമത്തെ ഒരാൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയാം, അതെല്ലാം പറഞ്ഞു അല്ലെ? നെക്സ്റ്റ് എംഫാറ്റിക് പ്രോണൗൺ. എംഫാറ്റിക് പ്രോണൗൺ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? മൈസെൽഫ്, ഹിംസെൽഫ്, അവർസെൽഫ് എന്നൊക്കെ പറയില്ലേ? ആ വേർഡൊക്കെ കണ്ടാൽ അത് എംഫാറ്റിക് പ്രോണൗൺ ആണ് മനസ്സിലാക്കാം. കുറച്ചൊക്കെ അങ്ങനെ ട്രിക്കി ആയിട്ട് പഠിച്ചു വെക്കൂ. ഒരുപാട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ട്രിക്ക് ആയിട്ട് പഠിക്കും. സെൽഫ്, നമ്മൾ സെൽഫ് ആയിട്ട് പറയില്ലേ? ആ സെൽഫ് ആയിട്ട് പറയുന്നത് എല്ലാം എംഫാറ്റിക് ആണ്. ഓക്കെ ആണോ? ഒന്നും കൂടി അതിനൊന്നും കൂടി മലയാളീകരിച്ച് പറഞ്ഞോ. ഇതെന്താ സംഭവം? ഓരോ സെന്റൻസും ഓരോരോ കുട്ടികളുടെ അടുത്ത് വായിക്കാൻ പറയും മാം. അപ്പോഴെങ്കിലും എല്ലാം ഒന്ന് കവർ ആവും. ഇത് നിങ്ങൾ തന്നെ വായിച്ച് ശരിക്കും എങ്ങനെയാ ക്ലാസ് എടുക്കേണ്ടതെന്ന് അറിയോ? നിങ്ങൾ തന്നെ വായിച്ച് നിങ്ങൾ തന്നെ മീനിങ് പറയണം. ആണ് ശരിക്കും ക്ലാസ് എടുക്കുന്നത്. ഞാൻ മാം അതന്നെ പറഞ്ഞു മാം. ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഈ എക്സസൈസ് 1 2 3 4 5 ഓരോരോ കുട്ടികളായിട്ട് ഓരോരോ ലൈൻ വായിക്കാൻ ആൻസർ പറയാം. അപ്പൊ എല്ലാം ഹോംവർക്ക് പോലെ വീട്ടിൽ. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞു? കഴിഞ്ഞ ക്ലാസ് നോക്കിയിട്ട് വരണമെന്ന് പറഞ്ഞു. ആരും നോക്കിയിട്ടില്ല അല്ലേ? നിങ്ങൾ നോക്കിയിട്ട് വന്നാല് നമുക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് ഇത് ഫുള്ളും കവർ ചെയ്ത് പോവാന്ന് വിചാരിച്ചു. മനസ്സിലായോ? അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഫുള്ള്
കവർ ചെയ്ത് വരാം. മാം അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എക്സസൈസ് 1 മുതൽ ഓരോരോ കുട്ടികളായിട്ട് ഓരോരോ സെന്റൻസ് വായിക്കുന്നു, അതിന് ആൻസർ പറയുന്നു. അതാകുമ്പോ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതാണ്, അതിനാണ് ഞാൻ നോക്കിക്കൊണ്ട് വരാൻ പറഞ്ഞത്. പക്ഷെ ആരെങ്കിലും നോക്കിയോ? ആരും നോക്കിയില്ല. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നോക്കിയിട്ട് വരണം. ക്ലാസ് സ്ട്രിക്റ്റ് ആവില്ലേ? എന്നാലും എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ക്ലാസ്സിൽ വന്ന് പറയുമ്പോ ഒന്നും മനസ്സിലാവില്ല. ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളൊരു തീരുമാനിച്ച് എത്തിയിട്ട് എന്നോട് പറയൂ, ഞാൻ അതേപോലെ ചെയ്യാം. മിസ് ഇപ്പൊ ക്ലാസ് ബാക്കിയുള്ളത് എടുത്തോ? ഈ ഭാഗം എടുത്തോ? രണ്ടാമത്തെ പ്രോനൗൺ എടുത്തോളി. Emphatic pronoun ആണ്. Emphatic pronoun ഞാൻ പറഞ്ഞു. Commonly used emphatic pronouns are as follows. എന്താണ്? myself, ourself, yourself, himself, herself, itself. ഇതൊക്കെ എന്താണെന്ന് എന്നോട് ചോദിക്കുന്നത്. myself എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ, മനസ്സിലായോ? ഞാൻ തന്നെ, നീ തന്നെ, അവൻ തന്നെ എന്നൊക്കെ പറഞ്ഞാണ് അതിന്റെ കറക്റ്റ് മീനിങ് വരുന്നത്. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ നോക്കി. ഐ റിപ്പയർഡ് ദ ബൈക്ക് മൈസെൽഫ്. എന്താണ് ഇവിടെ എന്താ പറഞ്ഞേ? ഞാൻ തന്നെ എന്റെ ബൈക്ക് റെഡിയാക്കി അല്ലേ? ഐ മൈസെൽഫ്. ഇതെല്ലാം സെയിം മീനിങ് തന്നെയാണ്. ഇവിടെ എംഫാറ്റിക് പ്രൊനൗൺസ് എന്താണെന്ന് അറിയോ? നൗണിന് ശേഷം ആയിരിക്കും ഈ നൗണിനോ പ്രോനൗണിന് ശേഷം ആയിരിക്കും എംഫാറ്റിക് പ്രോനൗൺ വരാം. മനസ്സിലായോ? മനസ്സിലായത് പറയും. ബൈക്കിന് ശേഷമാണ് മൈസെൽഫ്. അതെ, ബൈക്കിന് ശേഷം മൈസെൽഫ് വന്നു, ഐക്ക് ശേഷവും മൈസെൽഫ് വന്നു. അപ്പൊ ബൈക്ക് എന്ന് പറഞ്ഞ നൗൺ ആണ്, ഐ എന്ന് പറഞ്ഞ പ്രോനൗൺ ആണ്. അപ്പൊ മനസ്സിലായോ? നൗണിന് ശേഷവും പ്രോനൗണിന് ശേഷവും വരുന്നതാണ് ഈ എംഫാറ്റിക് പ്രോനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ. അതങ്ങനെ കഴിഞ്ഞു. നെക്സ്റ്റ് റിഫ്ലെക്സീവ് പ്രോനൗൺ. റിഫ്ലെക്സീവ് പ്രോനൗൺ എന്താണ്? എന്താണ് ഇത്? നോക്കേ, എക്സാമ്പിൾ നോക്കൂ. They found themselves in great difficulty. ഇവിടെ നിങ്ങൾ നൈസായിട്ട് ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ എംഫാറ്റിക് പറഞ്ഞു, നൗണിന് ശേഷവും പ്രോനൗണിന് ശേഷമാണ്. എന്തോ ക്ലിയർ ആവുന്നില്ല. ബാക്കി ആർക്കും ആയുഷ്യുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ആരോ അൺമ്യൂട്ട് ആക്കിയിരുന്നു തോന്നുന്നുണ്ട്. ഒരു ഇത് വന്നു. ക്ലിയർ എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ക്ലിയർ ആണ് മാം, പറഞ്ഞോ. ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ എംഫാറ്റിക് പ്രോനൗൺ എന്താ പറഞ്ഞേ? നൗണിന് ശേഷവും പ്രോനൗണിന് ശേഷവും വരുന്നതാണ് എംഫാറ്റിക് പ്രോനൗൺ എന്ന് പറഞ്ഞു. ജസ്റ്റ് ട്രിക്ക് പറഞ്ഞുതരാം. ഇത് അങ്ങനെ വരാത്തത് റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് വിചാരിക്കുക. മനസ്സിലായോ? ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഇല്ല കാരണം നേരത്തെ നൗണിന് പ്രോനൗണിന് ശേഷമാണ് ഇത് വന്നിരുന്നത്. ഇത് വരുമ്പോ അങ്ങനെയല്ല ഇതായിട്ട് വരുന്നത്. അതെ, എംഫാറ്റിക് ക്ലിയർ അല്ലേ? റിഫ്ലെക്സീവ് അല്ലാണ്ട് ഞാൻ പറയാം, ഒബ്ജക്റ്റ് ആയിട്ട് വരും. അതായത് he draw the car himself. ഇവിടെ ഒബ്ജക്റ്റ് അതായത് ലാസ്റ്റ് പോർഷനിൽ വരും. മനസ്സിലായോ? എൻ പോർഷനിലായിരിക്കും ഈ ഹിംസെൽഫും ഹെർസെൽഫും മൈസെൽഫ് ഒക്കെ വരാം. ഒരു സെന്റൻസിന്റെ എൻ പോർഷനിലായിരിക്കും വരാം. മനസ്സിലായോ? മനസ്സിലായോ? അത് ഡൗട്ട് ആണോ? പറയൂ, ക്ലിയർ ആണോ അല്ലയോ? ക്ലിയർ ആയി. ലാസ്റ്റ് വരുന്നത് സെന്റൻസിന്റെ ലാസ്റ്റ് വരികയാണെങ്കിൽ മൈസെൽഫ്, ഔട്ട്സെൽഫ്, യുവർസെൽഫ് തന്നെയാണോ വരുന്നത്? സെയിം തന്നെ. അതന്നെയാ വരാം. റിഫ്ലെക്സീവിലും എംഫാറ്റിക്കിലും മൈസെൽഫ് ഒക്കെയാണ്, സെയിം ആണ്. അത് ഞാൻ പറഞ്ഞല്ലോ, എംഫാറ്റിക് എന്ന് പറയുമ്പോൾ നൗണിന് ശേഷം പ്രോനൗണിന് ശേഷം വരുള്ളൂ. റിഫ്ലെക്സീവ് ആവുമ്പോ എന്താണ്? അത് എൻഡിങ് ആയിരിക്കും വരാം. മനസ്സിലായോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ട്രിക്കായിട്ടും ഒരു എളുപ്പത്തിൽ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞത്. എന്താണ് ആദ്യം ഞാൻ പറഞ്ഞത്? നൗണിന് ശേഷം പ്രോനൗണിന് ശേഷം വരുന്നതാണ് എംഫാറ്റിക് എന്ന് പറഞ്ഞത്.
ഇങ്ങനെ വരാത്തതാണ് റിഫ്ലെക്സീവ് എന്ന് മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരെണ്ണം ഇതിൽ കിട്ടിയാൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. മനസ്സിലായോ അത് പറഞ്ഞത്? ഓക്കെ മാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കും. ഉണ്ടോ? ഇല്ലല്ലോ. ക്ലാസ് കഴിയുമ്പോ ടെക്സ്റ്റ് എടുത്ത് നന്നായിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, ഞാനത് ഇങ്ങനെ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത്. ക്ലാസ് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? മനസ്സിലാവുന്നില്ലേ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? എന്താണെന്ന് പറയാത്തേ? ഓക്കെ മാം. പറയൂ, എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ പറയാം. മാം ഇത് ഗ്രാമർ അല്ലേ മാം? അത് ബേസ് അല്ലേ? അപ്പൊ അത് മനസ്സിലാവാത്തോണ്ടാണ് ശരിക്കും ആരൊന്നും പറയാത്തെന്ന് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കുറെ ഒക്കെ പഠിക്കുവോ? ഇപ്പൊ എംപാറ്റിക് പ്രോണോൺ എന്ന് പറയാം, അത് പഠിച്ചു വെക്കും. എംപാറ്റിക് പ്രോണോൺ കേൾക്കുമ്പോ മനസ്സിലാക്കാം മൈസെൽഫ്, ഒന്നും മനസ്സിലാവുന്നില്ല, ഓ ശരിയാ, മൈസെൽഫ്, ഹിംസെൽഫ്, ആ വാക്കുകൾ എല്ലാം പഠിച്ചു വെക്കണം. മനസ്സിലായോ? ഞാൻ എന്റെ നോട്ട്, ഈ നോട്ട് നോക്കൂ. എംപാറ്റിക് പ്രോണോൺ, റിഫ്ലെക്സീവ് പ്രോണോൺ എന്റെ ഒന്നായിട്ട് കിടക്കുന്നത്. ഓക്കെ, ഇത് ഈ എക്സാമ്പിൾ നോക്കിയേ, എന്റെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കിയേ. ഐ ഹേർഡ് മൈസെൽഫ്. ഇത് എംപാറ്റിക് ആണോ റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ്. എംപാറ്റിക് ആണോ റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് പ്രോണൗൺ. അതൊക്കെ മനസ്സിലായല്ലോ. ഇപ്പൊ ഇതോ, ഈ എക്സാമ്പിളോ, ഐ മൈസെൽഫ് ടോൾഡ് ഹിം, ദേ ദെംസെൽഫ് ഡിഡ് ഇറ്റ്. എംപാറ്റിക് പ്രോണൗൺ. എങ്ങനെയാ മനസ്സിലായേ? നമ്മൾ നോക്കി അത് പറഞ്ഞാണ്. നൗണിന്റെയും പ്രോണൗണിന്റെയും ശേഷം വരുന്നു. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായോ റിഫ്ലെക്സീവ് എംപാറ്റിക്? ഇപ്പൊ എടുത്തതിൽ വെച്ച് ഏറ്റവും സിമ്പിൾ ഇതാണ്. ഇത്രയേ ഉള്ളൂ. അതല്ല മാം, മാമിന്റെ നോട്ട് ഞങ്ങൾക്ക് തന്നിട്ട് ഈ നോട്ട് മാറ്റണതായിരിക്കും ബെറ്റർ. എന്തോ? മാമിന്റെ നോട്ട് ഞങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ തരിക, ഇത് വേണ്ട എനിക്ക്. കാരണം മാമിന്റെ നോട്ട് വളരെ സിമ്പിളാ, ഇത് കുറെ ആവുമ്പോഴേ നമുക്കേ കൺഫ്യൂഷൻ ആവാണ്. അതാണ് ടെക്സ്റ്റ് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത്, ചെറിയൊരു സാധനമാണെങ്കിൽ അത് ഇത്രയും ഉണ്ടോ? മനസ്സിലായോ? അതാണ് എനിക്ക് ഇത്രയും കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, സോ എന്റെ നോട്ട് ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടല്ലോ, കയ്യിലില്ലേ? ഇങ്ങോട്ട് ഇട്ടില്ല മാം. ഉണ്ട്. ഇട്ടിട്ടുണ്ട്. ഇന്നാണ് ഇട്ടത്. ഇന്നല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ എന്തോ ഞാൻ ഇട്ടത്. ഇന്നിട്ടിട്ടുണ്ട്. ഇന്നുണ്ട്. ഓക്കെ, ഇന്നുണ്ട്. മാം എന്റെ നോട്ട് നൗൺസും പ്ലൂറൽ നൗൺസും ആണ് മാം ഇട്ട് ഞങ്ങളെ പ്രിന്റ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് പ്രോണൗണിന്റെ പ്രിന്റ് എടുത്ത് വെച്ചോളൂ കേട്ടോ. പ്രോണൗൺ. ഓക്കെ, എന്റെ നോട്ട്. സോ നമ്മളിപ്പോ എന്തൊക്കെ കഴിഞ്ഞു? പേഴ്സണൽ പ്രോണൗൺ കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞേ റിഫ്ലെക്സീവ് കഴിഞ്ഞു. ഈ കേൾക്കുമ്പോ തന്നെ അപ്പൊ തന്നെ മൈൻഡിൽ വരണം എന്താണ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ വന്നാലേ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ. ഇൻഡിഫിനൈറ്റ് പ്രോണൗണില് കീവേഡ്സ് ആണ് ഇതൊക്കെ. എവ്രിവൺ, എവ്രിബഡി, സംബഡി, സംവൺ, ഇതൊക്കെ. ഇതിങ്ങനെ കീവേഡ്സ് കണ്ടാല് അത് ഇൻഡിഫിനൈറ്റ് ആണെന്ന് മനസ്സിലാക്കാം. മനസ്സിലായോ? അങ്ങനെ കീവേഡ്സ് വെച്ച് മാത്രം പഠിക്കൂ. ഇൻഡിഫിനൈറ്റ് എന്ന് പറയുമ്പോൾ എവ്രിവൺ, എവ്രിബഡി, സംവൺ, സംബഡി, എനിബഡി എന്നൊക്കെ വരും. അതാണ് എന്ത്? ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ. എക്സാമ്പിൾ നോക്കി, സംവൺ കോൾഡ് when you were alone. ഇത് ഏത് പ്രോണൗൺ ആണെന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് പറയണം അത് ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ ആണ്. ഓക്കെ,
എന്റെ നോട്ട് നോക്കാം. ഇൻഡിഫിനൈറ്റ് പ്രൊണൗൺ നോക്കി. 6 ഇൻഡിഫിനൈറ്റ് പ്രൊണൗൺ. ഈ കാണുന്ന കീവേഡ്സ് ഇല്ലേ, none, anybody, anything, everyone, somebody, nobody, everybody, one, some, etc. ഇങ്ങനെ കുറച്ച് കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ്സ് വരുന്നത് ഇൻഡിഫിനൈറ്റ് പ്രൊണൗൺ ആണ്. അത്രയും മനസ്സിലാക്കി വെക്കത്ര, അത്രയും പഠിച്ചു വെക്കുക. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. none of them is bad. ഇവിടെ none വന്നു. none വന്നാൽ എന്താണ്? അത് ഇൻഡിഫിനൈറ്റ് പ്രൊണൗൺ ആണ്. some are born great. some വന്നു, അത് ഇൻഡിഫിനൈറ്റ് പ്രൊണൗൺ ആണ്. everyone practice for the dance. everyone വന്നത് കൊണ്ട് അത് ഇൻഡിഫിനൈറ്റ് പ്രൊണൗൺ ആണെന്ന് പറയാം. ക്ലിയർ ആയോ? അത്ര മതിയോ? ഈ നൗണ് മാത്രം എന്താന്ന് മാത്രം പഠിച്ചാൽ മതിയോ? പിന്നെ ഇത്രയും മതി. ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ ഏറ്റവും ചെറിയൊരു പോർഷൻ ആണ്. ഇതിൽ ക്വസ്റ്റ്യൻ വരുമോ എന്നൊന്നും എനിക്ക് യാതൊരു ഉറപ്പുമില്ല. മനസ്സിലായോ? വളരെ ചെറിയൊരു പോർഷൻ ആണത്. ആ ഒരു വേർഡ് തരുമ്പോ അതിൽ ഏത് നൗണാണെന്ന് കണ്ടുപിടിച്ചാ. ഇംഗ്ലീഷിൽ സെപ്പറേറ്റ് എക്സാം ഉണ്ടോ അതോ എക്സാം ഉണ്ട്? അപ്പൊ 100 മാർക്സിനായിരിക്കില്ലേ ഇംഗ്ലീഷിനുള്ളത്? ഞാൻ കൺഫേം ചെയ്തിട്ട് പറയാം. അതൊന്നു അല്ല, എത്ര ഇപ്പൊ 100ലാണ് എക്സാം എന്ന് അറിയാം. അപ്പൊ അത് 20 മാർക്സിനാണോ ഇംഗ്ലീഷ് വരണത്, അല്ലെങ്കിൽ ടോട്ടൽ 50 ആണോ? അതോ 20 ആയിരിക്കും. ഈക്വൽ 20 ആയിരിക്കാം. ഓക്കെ. അപ്പൊ 20 വരുമ്പോ ആലോചിച്ച് നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ എന്ന്. അതാണ് നിങ്ങൾ കീവേഡ്സ് വെച്ചിട്ട് പഠിക്കൂ. കീവേഡ്സ് ഇൻഡിഫിനൈറ്റ്. ഇപ്പൊ ഒരു സെന്റൻസ്, ഇപ്പൊ ഞാൻ പറയാം, എക്സാമ്പിൾ ഞാൻ പറയാം. ഈ സെന്റൻസ് നോക്കി. എനിത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇഫ് യു ബിലീവ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഏതാണ് പ്രോണൗൺ? എനിക്ക് ക്വസ്റ്റ്യൻ വരാം. ഓപ്ഷൻസ് ഉണ്ടാവും. ഡെമോൺസ്ട്രേറ്റീവ്, പേഴ്സണൽ പ്രോണൗൺ, റിഫ്ലെക്സീവ് പ്രോണൗൺ, ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ. നമ്മൾ ഏത് ആൻസർ ചെയ്തു? ഇങ്ങനെ തന്നിട്ട് നമുക്ക് അത് ഏത് പ്രോണാണോ എഴുതുകയാണെങ്കിൽ ഓക്കെ. അങ്ങനെ ആകുമ്പോ സിമ്പിൾ ആണ്. ചിലപ്പോ ഇപ്പൊ ഇത് കുറച്ച് 4 സെന്റൻസ് എന്നത് ഇതില് ഏതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ എന്ന് ചിലപ്പോൾ ചോദിക്കും. അപ്പൊ 4 സെന്റൻസ് നോക്കിയിട്ട് മനസ്സിലാക്കാം ഏതാണ്. ഓക്കെ, അങ്ങനെയും വരാം, തിരിച്ചും വരാം. മാം, നമുക്ക് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സബ്ജക്റ്റ് അല്ലേ? മൊഡ്യൂൾ 2 അപ്പൊ 100 മാർക്സിന് ഉണ്ടാവില്ലേ? എനിക്ക് അത് അറിയില്ല. സിലബസിലെ മൊഡ്യൂൾ 2 ഇംഗ്ലീഷ് ആണ്. മൊഡ്യൂൾ 2 വരുന്നത്. ഇംഗ്ലീഷിന് എത്ര മാർക്കിലാണെന്ന് എനിക്കറിയില്ല. ഞാൻ വേണ്ടി ചോദിച്ചിട്ട് ഞാൻ പറയാം. നമ്മളോട് പറഞ്ഞത് ഓരോന്ന് 100 മാർക്സിന്റെ ഉണ്ടാവും, ഓരോ മൊഡ്യൂളിന്റെ എന്നാണ് പറഞ്ഞത്. അതാണ്. അപ്പൊ മൊഡ്യൂൾ 2 ഇംഗ്ലീഷ് ഉണ്ടാവും, ഓരോ സബ്ജക്റ്റ് ആയിട്ട് എക്സാം, ഫൈനൽ എക്സാം. മൊഡ്യൂൾ 2 ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ചോദിച്ചിട്ട് അപ്പൊ കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. എന്താ വേണമെങ്കിൽ പറയാം, ഇങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ആയിട്ട് എന്താ പറയാ, ക്ലാസ് റൂമിൽ ഇട്ടേക്കോ മിസ്സിന് ഒഴിവുള്ളപ്പോ? മോക്ക് ടെക്സ്റ്റ് പോലെ. മോക്ക് ടെസ്റ്റ് ഒക്കെ ഞാൻ ചെയ്യും. നിങ്ങൾ ആദ്യം ഒന്ന് പഠിച്ചു തീർക്കൂ. ഇംഗ്ലീഷിന്റെ ഗ്രാമറിന്റെ മൊഡ്യൂൾ 2 മുഴുവൻ PDF ഇട്ടിട്ടില്ലല്ലോ അല്ലെ ക്ലാസ് റൂമില്? അതെനിക്ക് അറിയില്ല. 2 യൂണിറ്റ് മിസ് ഇട്ടിട്ടുള്ളൂ. 2 യൂണിറ്റ്, ഇന്ന് 3ാമത്തെ യൂണിറ്റ് ഇട്ടിട്ടുണ്ട്. മാം ഇങ്ങനെ ഓരോ യൂണിറ്റ് ആയിട്ട് ഇടുമ്പോ കുറച്ച് പ്രിന്റ് എടുത്തു, സ്പൈറൽ ബൈൻഡ് ചെയ്തു, ഇനി കുറച്ച് ഇടുമ്പോ വീണ്ടും ഇത് അഴിക്കിട, ഒരുമിച്ച് ഇട്ടാണെങ്കിൽ എല്ലാം കൂടെ എടുത്ത് പ്രിന്റ് എടുത്ത് വെക്കായിരുന്നു. ഒരുമിച്ച് എടുക്കില്ല. അല്ല, ഒരുമിച്ച് എടുക്കില്ല. ഓരോ ക്ലാസ്സിലെടുക്കുന്ന അപ്പൊ മാത്രം അപ്ലോഡ് ചെയ്യുള്ളൂ. അങ്ങനെയാണ് അടുത്ത റൂൾ. അങ്ങനെയാണ്. മൊഡ്യൂൾ 1 എന്തൊക്കെ ഫുൾ ആയിട്ട് ഇട്ടിട്ടുണ്ടല്ലോ മാം, വേറെ സബ്ജക്ട് ഉള്ളത്. ഇപ്പം ആണോ? എനിക്കറിയില്ല, ഞാൻ പറയാം, ചോദിച്ചോട്ടെ. അടുത്ത ക്ലാസ് ഞാൻ ക്ലിയർ ചെയ്തരാം. കുറച്ചായിട്ട് ഇടുമ്പോ ചില ബുദ്ധിമുട്ടോ പോലെ തോന്നുന്നു. അത് എടുത്ത് എല്ലാം കൂടെ പ്രിന്റ് എടുത്ത് ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടോ. ഞാൻ തരുന്ന നോട്ട് എല്ലാരും സെപ്പറേറ്റ് വെക്കണേ. മനസ്സിലായോ? ഞാൻ തരുന്ന നോട്ട് എല്ലാരും സെപ്പറേറ്റ് പ്രിന്റ് എടുത്ത് വെക്കുക. മിക്സ് ചെയ്യരുത്. മനസ്സിലായോ? ഓക്കെ. ഇപ്പോ നിങ്ങളുടെ കയ്യില് എന്റെ നോട്ട് ഉണ്ടോ? പ്രോണൗണ്ടിന്റെ നോട്ട് ഉണ്ടോ? പ്രോണൗണിന്റെ നോട്ട് ഇല്ല. ബാക്കി മറ്റേത് രണ്ടേ ഉള്ളൂ, നൗൺസും പ്ലൂറൽ നൗൺസിന്റെ നോട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾക്ക് നാളെ കിട്ടും. ഇപ്പൊ ഞാൻ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന എന്റെ നോട്ട് നിങ്ങൾക്ക് നാളെ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്യുമ്പോ അത് പ്രിന്റ് എടുത്തിട്ട്
പ്രോണൗൺ ഫുള്ള് നോക്കിയിട്ട് വരാം. ഓക്കെ മാം. മാം ഞാൻ ചോദിച്ചത് യൂണിറ്റ് 17 വരെ ഉണ്ടല്ലോ ഇംഗ്ലീഷിന്റെ. ഇപ്പൊ ക്ലാസ് റൂം ഇംഗ്ലീഷും നൗൺസ് ആൻഡ് പ്രോണൗൺ മാത്രം പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 17 വരെ ഓരോന്നായിട്ട് അയക്കുമ്പോ അപ്പൊ എടുത്ത് സ്പൈറൽ ബൈൻഡ് ചെയ്ത് അത് അഴിച്ച് വീണ്ടും ഇടുന്നത് ഒരുമിച്ച് അയച്ചെങ്കിൽ ഇംഗ്ലീഷ് മുഴുവൻ എടുത്തു വെച്ചാൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് യൂസ് ചെയ്യാലോ. ഞാൻ പറയാം, നോക്കട്ടെ. അത് നല്ലതാണ് മിസ്. മിസ്സിന്റെ നോട്ട് സെപ്പറേറ്റ് അയച്ചോളൂ. പക്ഷെ നമുക്കുള്ളത് കോമൺ ഉള്ളത് മൊഡ്യൂൾ 2 മൊത്തം അയച്ചാൽ അത് നല്ലതായിരുന്നു. ഞാൻ പറയാം, പറഞ്ഞിട്ട് അറിയില്ല. മൊഡ്യൂൾ 2 ഇട്ടിട്ടുണ്ടല്ലോ ക്ലാസ് റൂമില്. ഒരു 154 പേജുള്ള ഒരു സെക്ഷൻ ഇപ്പൊ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ കണ്ടില്ല കേട്ടോ. പക്ഷെ അത് സ്പോക്കൺ ഇംഗ്ലീഷിനുള്ള ഒരു ഇതായിരുന്നു, ഞാൻ വായിച്ചില്ല. സ്പോക്കൺ ഇംഗ്ലീഷിന്റെതായിരുന്നു. ചിലപ്പോ 17 യൂണിറ്റ് ഇട്ടതായിരിക്കും. അതില് യൂണിറ്റ്സ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കിടക്കുന്നത് ക്ലാസ് റൂം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടാ. അതെ, നിങ്ങൾ സംസാരിച്ചിരിക്കില്ലേ, ഞാനിവിടെ ഉണ്ട്. ഇതൊന്ന് നോക്കൂ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഈ പ്രോണോൺ മുഴുവൻ നോക്കിയിട്ട് വരാം. റിലേറ്റീവ് പ്രോണോൺ വരെ നോക്കിയിട്ട് വരാം. ഓക്കെ? അത് ഈ ക്ലാസ് തീരില്ല. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഓക്കെ മാം. അടുത്ത ക്ലാസ്സിൽ ഓക്കെ, എന്റെ നോട്ട് പ്രോണോൺ ഫുള്ള് നോക്കിയിട്ട് വരാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പറയാം. ഓക്കെ മാം? ഓരോരോ പ്രോണോൺ ഓരോരുത്തരായിട്ട് ക്ലാസ് എടുക്കുക, അതിന്റെ എക്സസൈസ് ഓരോരുത്തരായിട്ട് വായിക്കുക, ആൻസർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആവും. മിസ് ഇന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ മിസ്. ഈ പറഞ്ഞ മൊഡ്യൂൾ 2 ഇന്ന് ഇട്ടിട്ടുണ്ട് മിസ്. 17 ലെസൺ ഒരുമിച്ചായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഇടേണ്ട ആവശ്യം വരില്ല. ആയിട്ട് പറയും എല്ലാരോടും എക്സസൈസ് ഒക്കെ നോക്കിയിട്ട് വരണം. എന്നാ അധികം ആരും നോക്കാതെ സൈലന്റ് ആയിട്ടിരിക്കുക. എല്ലാരും പറയുമ്പോഴല്ലേ അറിയുള്ളൂ. ഞാൻ പറയുന്നത് എല്ലാവരും എക്സസൈസ് ചെയ്യണം. ഓക്കെ? സ്ട്രിക്റ്റ് ആവുന്നില്ല. നിങ്ങൾ എക്സസൈസ് ഒക്കെ ചെയ്യാം. പ്രോണോൺ നോക്കിയിട്ട് വരാം. നോക്കിയിട്ട് വരണോട്ടോ, ഈ ക്ലാസ് മുന്നോട്ട് പോവില്ല. ഓക്കെ? യൂണിറ്റ് 2 അടുത്ത ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത പോർഷൻ നമുക്ക് യൂണിറ്റ് 3 സ്റ്റാർട്ട് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. നോക്കിയിട്ട് വരാം. ഓക്കെ? Yeah. Okay, thank you. Thank you, ma'am. Thank you, ma'am.